അപ്പം നമുക്ക് നമ്മുടെ കഞ്ഞി റെഡിയായി. വൻപയർ വറുത്തരച്ചൊരു കറിയാണ് കേട്ടോ. കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കി വെച്ച തുറമാങ്ങനി കഷ്ടി ഒരു 4 ഉണ്ട് കേട്ടോ. പ്ലാവില കൊണ്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. എത്ര പേര് പ്ലാവില കൊണ്ട് കഞ്ഞിയൊക്കെ ഇപ്പോഴും കുടിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കഞ്ഞി നല്ല ചൂട് കഞ്ഞി നോക്കിയാൽ നമ്മുടെ മട്ടേരിക്കഞ്ഞി, തവിട് കളയാത്ത മട്ടേരിക്കഞ്ഞി. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. നോക്കിയാൽ കുഴോന്നുണ്ടാ. ഈ ചൂടത്തെ ഏറ്റവും നല്ലത് കഞ്ഞിയാണ് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പയറ് കറി. ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുകയാണ്. കഞ്ഞിയും പയറും പഴയ സ്കൂളിൻ്റെ ഒരു നൊസ്റ്റ് ഓർമ്മയാണ് കേട്ടോ. കഴിഞ്ഞ ഇതേപോലെ മാർച്ച് ഏപ്രിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തുറമാങ്ങയാണ് കേട്ടോ. ഇത് മാത്രം ഒന്ന് നമുക്ക് കഴിച്ചു നോക്കണ്ടേ. തന്നെ കഴിച്ചു നോക്കാന്ന് പറഞ്ഞാൽ സീനാണേ. ഓ, വലിയൊരു കുമ്പിള് കഞ്ഞി എടുത്തു, തുറമാങ്ങ എടുത്തു. കടിക്കുന്നോ ചവയ്ക്കുന്നൊന്നുമില്ല, നാക്കിൽ വെക്കുമ്പോൾ അലിഞ്ഞു പോവുക. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇത്രയും രുചിയുള്ള ഈ തുറമാങ്ങ ഉണ്ടാക്കാൻ നിങ്ങൾ മറക്കരുത്. മെനക്കേടാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും മെനക്കേടല്ല. കാരണം നമുക്കിത് തിളപ്പിക്കാൻ കഷ്ടി ഒരു മണിക്കൂർ മതി. അതിനുശേഷം മുറിച്ച് നമ്മൾ വെയിലത്ത് വെച്ച് ഒരു 2 ദിവസം ഉണക്കുക. ഈ വെയിലത്ത് ഒരു ദിവസം മതി. അതിനുശേഷം നമ്മുടെ ഉപ്പുപൊടി നന്നായിട്ട് ഉള്ളിലും പുറത്തും പരട്ടിയിട്ട് ഒരു 3-4 ദിവസം ഉണക്കുക. നല്ല അഡ പോലെ ആയി കിട്ടും. അതിനുശേഷം ഞാൻ മസാലകളൊക്കെ പറഞ്ഞുതരാം. മസാല വെച്ച് പരട്ടി കുപ്പിയിലാക്കിയ 1, 2, 3 വർഷം ഒരു കുഴപ്പമില്ലാതിരിക്കും. നമുക്കൊരു 2 മാസത്തിന് ശേഷം ഉപയോഗിക്കാം. പക്ഷെ എത്ര ലേറ്റ് ആക്കുന്നു അത്രയും രുചി ഉണ്ടാവും, അത്രയും അടിപൊളി ഉണ്ടാവും. അപ്പം എങ്ങനാ നോക്കുമല്ലേ? നോക്കണോ ഒരു കിളിക്കൂട്. അയ്യോടാ എന്ത് രസമല്ലേ നമുക്ക്. പെർഫെക്റ്റ് എൻജിനീയറിങ് അല്ലേ അവര്. പക്ഷെ മുട്ടയിട്ട് വിരിഞ്ഞു പോയിട്ടാ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വയനാടൻ തുറമാങ്ങ. നമ്മളിവിടെ അടമാങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ അതിന് ശരിക്കും ഈ കോമാങ്ങയാണ് വേണ്ടത്. നമുക്കിവിടെ കോമാങ്ങ ഇല്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ഒരു സിസ്റ്റമാണല്ലോ നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. പുറത്തേക്കൊക്കെ പോകുന്നവർക്ക് ഇത് ഇങ്ങോട്ട് കൊടുത്തു വിട്ടാൽ വർഷങ്ങളോളം അവർക്ക് ഇരുന്നോളും. ഉണ്ടാക്കുമല്ലേ. അപ്പൊ ഈ കൂട് നമുക്കിവിടെ വെക്കാം. വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ താരൂസിന് കൊടുക്കാം കേട്ടോ. ഓളതിനെ 2 കിളിക്കുഞ്ഞുങ്ങളെയൊക്കെ ക്ലേ കൊണ്ട് ഉണ്ടാക്കി വെച്ചോളും. ഈ പച്ചമാങ്ങയിലൊക്കെ കളിക്കുമ്പോഴേ അതിന്റെ ഞെടുപ്പ് കളയുമ്പോഴൊക്കെ അതിന്റെ ചൊന നമ്മുടെ മേത്ത് ആകാതെ നോക്കണം കേട്ടോ. പണ്ടൊക്കെ ചെറുപ്പകാലത്ത് ഏപ്രിൽ മെയ് മാസം കഴിയുമ്പോഴത്തേനും സ്കൂളിൽ ചെല്ലുമ്പോൾ മുഖം മൊത്തം ചൊന കൊണ്ട് പൊള്ളിയ പാടായിരിക്കും. ഒരു വർഷത്തേക്കെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെക്കലേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്കൊരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. 2-3 മാസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അത് പോണ വഴി അറിയില്ല. ഞാൻ എത്ര ഒളിച്ചു വെച്ചാലും ഇവരെല്ലാം അത് കണ്ടുപിടിക്കും. കാരണം ഇത് അത്രയും എന്തൊക്കെ കറിയുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ കുശാലാണ്. ഇത് ഞാനൊന്ന് കഴുകി ഏച്ചും വരാം. നമുക്കിതാ വെള്ളം വെക്കാം. ശരിക്കും ഇത് അടുപ്പിലൊക്കെയാണ് തിളപ്പിക്കുന്നത്. എൻ്റെ ഗ്യാസ് മൊത്തം ഒന്ന് ഗോവിന്ദയാണ് കേട്ടോ. പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിടുവാണേ. കല്ലുപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ എന്താണെങ്കിലും തുറമാങ്ങ ഉണ്ടാക്കുമ്പോൾ ഉപ്പിൽ കുളിപ്പിക്കുകയാണ്. മൊത്തത്തിൽ ആവശ്യമുള്ള ഒരു 3 കൈപ്പിടി ഉപ്പ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഓരോന്നായിട്ട് അങ്ങിട്ട് കൊടുക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ചെയ്യാം. തൊലി കയ്പുള്ള മാങ്ങ ഒരിക്കലും ഉപയോഗിക്കരുത്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മാങ്ങ മൂങ്ങുന്ന വരെ അങ്ങ് ഇട്ടേക്കാം. അപ്പം നമുക്ക് നോക്കാട്ടോ എന്തായി എന്നുള്ളത്. കളർ മാറിയിട്ടുണ്ടേ മതി. തിളപ്പിക്കേണ്ട, ചെറിയ തിള വരുന്നുണ്ട്. ഞാനിനി ഇത് ഓഫ് ചെയ്യുവാണ്. എന്ത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ അഴുകിപ്പോവും. എന്നിട്ട് നമുക്ക് ആറിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പം നമ്മൾ തുറമാങ്ങ ഒന്ന് ആറി വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ഒരു മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാം കേട്ടോ. പണ്ടൊക്കെ ചെറുപ്പത്തിലേ മാംഗോ ഫ്രൂട്ടി സ്പെഷ്യൽ ജ്യൂസി എന്നൊക്കെ ഉള്ളൊരു പരസ്യം ഭയങ്കര ഹിറ്റല്ലേ. അന്നൊക്കെ ഒരു ഫ്രൂട്ടി കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ചു തരില്ല. അപ്പോഴാണൊരു വാർത്ത വന്നത്, ഫ്രൂട്ടിയിൽ പുഴു. അപ്പോൾ അവർക്ക് സന്തോഷം. ഇപ്പോൾ നമുക്ക് ഫ്രൂട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അപ്പോഴൊട്ടും കുടിക്കാനും പറ്റത്തില്ല. 2 പഴുത്ത മാങ്ങ എടുത്തു, ഒരു ചെനച്ച മാങ്ങ എടുത്തു. കഴുകിയ മാങ്ങ ഒന്ന് പീൽ ചെയ്യാണ്. ചെത്തിയാൽ ചിലപ്പോൾ വേസ്റ്റ് ആവും. അപ്പോൾ ചെത്താതെ പൂളി നമുക്ക് എടുക്കാം. ഭയങ്കരമായിട്ട് പഴുത്തു പോയി. പിന്നെ ചെത്തിയാൽ പണിയാവും. 2.5 കപ്പോളം വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇട്ടങ്ങട് അടച്ചു വെച്ച് തിളപ്പിക്കാം. അപ്പോൾ തിളച്ച് മറിഞ്ഞ് ഓഫ് ചെയ്തു. നമുക്കിത് മാങ്ങ വേറെ ചാറ് വേറെ ആക്കാം. അപ്പം ഞാൻ 1 കപ്പ് പഞ്ചസാര മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. മാങ്ങ ഏകദേശം ആറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടു. പൾപ്പ് മാത്രമായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ 1 കപ്പ് ഞാൻ തണുത്ത വെള്ളം കൂടെ ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും മൂവാണ്ട മാങ്ങയാവുമ്പോൾ എന്താ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു കുഴപ്പം, പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ച് നാര് കൂടുതലായിരിക്കും.
5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ ഫ്രൂട്ടി റെഡിയാണ്. കടയിൽ പോയിട്ട് നമ്മൾ മക്കൾക്ക് ആവശ്യമില്ലാത്ത ഫ്രൂട്ടി എന്ന പേരിൽ വരുന്ന നല്ലതോ ചീത്തയോ ആർക്കറിയാം മേടിച്ചു കൊടുക്കണം. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഐസ് ക്യൂബ് ആവശ്യത്തിന് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നല്ല ഇളക്കി നോക്കാം. അതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കാം, അതിൻ്റെ ഒരു കളർ നോക്ക്. അപ്പോൾ ഫ്രൂട്ടി സ്പെഷ്യൽ ജ്യൂസി. അയ്യടാ എന്നാ ടേസ്റ്റാ. കറക്റ്റ് മധുരം, ഒരു ലൈറ്റ് പുളി. അൽഫോൺസോ ഇല്ലേലും നമ്മുടെ മൂവാണ്ടൻ താൻ നമ്മുടെ സ്വന്തം ജീവൻ ഉയിര്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യില്ലേ. അപ്പം ദാ മാങ്ങ ചൂടാറി. ഇനി ഞാൻ മുറിക്കാൻ പോവാണ്. ഈ ഞെടുപ്പിൻ്റെ അവിടെ നിന്ന് ഇതെങ്ങനെ മുറിക്കണം. പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. മുക്കാ ഭാഗത്തിൽ കുറച്ച് കാലം കൂടുതൽ വിട്ടു പോകരുത് കേട്ടോ. ഇതാ ഈ രീതിയിൽ മുറിക്കണം. ഞാനിവിടെ അടുക്കി വെക്കുകയാണ്. എല്ലാം ആയി. ഞാൻ ഒരുപാടുണ്ടായി എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കഷ്ടി ഒരു മാസം തിന്നാനുള്ളതില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ചുമന്ന മുളക് പൊടിയും കൊണ്ടുള്ള തുറമങ്ങയാണ് ഈ ചെയ്യണത്. ഇനി കാന്താരി ഒന്നാവട്ടെ. അപ്പോൾ കാന്താരിയും കൊണ്ടുള്ള തുറമാങ്ങയും കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഇതിന് നേരെ കൊണ്ടുപോയിട്ട് വെയിലത്തേക്ക് വെച്ച് 2 ദിവസം ഉണക്കാം. നമുക്ക് 46-47 ഡിഗ്രി ചൂടായതുകൊണ്ട് നമുക്ക് നാളെ പറയാം 1 വേണോ 2 വേണോ എന്ന്. 2 ദിവസം ഉണക്കാം. 1 കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉണക്കി വെച്ച് വരാം. ഓക്കെ. 2 ദിവസം വെയിലിൽ വെച്ച് നന്നായി ഉണങ്ങിയ ശേഷം ദാ ഇങ്ങനെ ഉപ്പ് നന്നായിട്ട് അകത്തും പുറത്തും തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ പൂത്തു പോകും. എന്നിട്ട് വീണ്ടും ഇത് 2-3 ദിവസം കൂടെ ഉണങ്ങാൻ വെക്കണം. വെയിലത്ത് തന്നെ വെക്കണം. ഉണങ്ങിയ ശേഷമാണ് നമ്മൾ തുറമാങ്ങയുടെ ഫൈനൽ സ്റ്റേജ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാല ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ദേ അടുപ്പ് കത്തിച്ചു. ചട്ടി ചൂടായി. ഒരു 10 വറ്റൽമുളക് ഇട്ടു. കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ടു. അതൊന്നും മൂത്ത് വരട്ടെ. അപ്പോൾ ദേ മൂത്തു. ഇനി ഇതാ ഞാൻ ഉലുവ ഇട്ടു. ഉലുവ 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടു. നല്ല ജീരകം 1/2 ടേബിൾ സ്പൂൺ ഇട്ടു. പെരുംജീരകം 1/2 ടേബിൾ സ്പൂൺ ഇട്ടു. കടുക് 1/2 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വറക്കാം. അപ്പോൾ പാലക്കാട് ചൂടിൽ 4 ദിവസം 5 ദിവസം ഇരുന്നപ്പോഴത്തേന് തുറമാങ്ങയുടെ അവസ്ഥ ഇതായിട്ടോ. സത്യത്തിൽ ഇത്ര പെരുത്ത ചൂടിൽ നമ്മൾ ഇടാറില്ല. ഇത് പിന്നെ ഇപ്പോൾ കാണിക്കണോണ്ട് അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇത് ഉണക്ക് കൂടിയോണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ കാര്യം ഇതാ സേഫാവും. അപ്പോൾ അതേ നമ്മൾ പൊടിച്ചിട്ടുണ്ട്. മസാല എല്ലാം പൊടിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിങ്ങനെ എടുത്ത് ചിലർ ഇതിൻ്റെ അകത്ത് വിനാഗിരി മുക്കിയ മാങ്ങയിലാണ് ചേർക്കുക. ഞാൻ ഈ വിനാഗിരി അത്ര നല്ലതല്ലല്ലോ. നമുക്ക് എല്ലാം നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇനി അതും എന്തിനാന്നുള്ള രീതിയിൽ ഇതാ മാങ്ങാണ്ടിൽ നിന്നൊക്കെ വിട്ട് പോകുന്നു കേട്ടോ 2 ദിവസത്തെ വെയിലും ഒക്കെ കൊണ്ട്. ഇനി നോർമലി നമ്മളൊരു വാഴ നൂലും കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഗ്ലാസ് ബൗളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഭരണിയുടെ ഉള്ളിൽ അടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കെട്ടുന്നൊന്നുമില്ല കേട്ടോ. കാരണം ഇതെന്താണെങ്കിലും നമ്മൾ ഒറ്റയടിക്ക് തിന്നാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ വലിയ വേഷം കെട്ട് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കെട്ടുന്നില്ല. അപ്പോൾ അതേ ബാക്കി തൊലി മാത്രമായിട്ട് കിട്ടിയത് ഞാൻ നന്നായിട്ട് പരട്ടിയിടുകയാണ് കേട്ടോ. സത്യത്തിൽ ആ മാങ്ങയിലുള്ളതിനേക്കാളും നല്ലത് തന്നെയായിരിക്കും. ഇപ്പം മാങ്ങയുള്ള സമയമാണ്. ഞാൻ മൂവാണ്ടൻ മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ശരിക്കും കോമാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള മാങ്ങ വെച്ച് നോക്കുക. തൊലി ഇരുവഴും കട്ടി ഉള്ള മാങ്ങ ആവരുത്. പിന്നെ ഇത്രയ്ക്ക് ഉണക്കണ്ട കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും പരീക്ഷിക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന പോലെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.